അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മളുടെ പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 2 വീഡിയോയിൽ വരുന്നത് മെയിനായിട്ട് ഇതിൻ്റെ ഡിസ്മാൻറ്റ്ലിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ എല്ലാ പാർട്സും നമ്മൾ ഊരി ഇതിനെ നമുക്ക് ഏതൊക്കെ പാർട്സ് കുറയ്ക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ നോക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമുക്ക് മാക്സിമം 250 വാട്ട്സിൻ്റെ BLDC മോട്ടറാണ് നമുക്കിതിൽ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ 250 വാട്ട്സിൻ്റെ BLDC മോട്ടർ ചെയ്യുമ്പോൾ വെയിറ്റ് അത്രയും കുറയണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 2 പേര് കയറുന്ന സമയത്ത് ഈ വണ്ടി വലിക്കാതെ ആവുകയും അല്ലെങ്കിൽ മോട്ടർ കത്തിപ്പോകാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചാൻസ് ഉണ്ട്. മാക്സിമം വണ്ടീൻ്റെ വെയിറ്റ് എങ്ങനെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ A to Z പാർട്സുകൾ നമുക്ക് ഊരണം. അതിന് കഴിഞ്ഞാൽ ഇതിൽ എവിടെയൊക്കെ തുരുമ്പുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് അതായിരിക്കും. വണ്ടീനെ ടോട്ടലായിട്ട് നമ്മൾ ഡിസ്മാൻറ്റിൽ ചെയ്യാൻ പോകണം. ഫസ്റ്റ് ഓഫ് ഓൾ സേഫ്റ്റി ഫസ്റ്റ്. കാരണം കുറേ വട്ടമായി കൈ മുറിയാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇനി അത് വേണ്ട. നമ്മളങ്ങനെ ബാക്കിലെ ടയർ ക്യാരിയറും അതുപോലെ തന്നെ സീറ്റ് പ്ലേറ്റും അഴിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് സീറ്റ് പ്ലേറ്റ് വരുന്നത്. ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മളുടെ ബാക്ക് സീറ്റ് വരുന്നത്. അതിൻ്റെ 3 ക്ലാമ്പ് തന്നെയാണ് നമ്മളുടെ ബാക്കിലെ ടയർ ക്യാരിയറും വെച്ചിരിക്കുന്നത്. അപ്പോൾ ടയർ ക്യാരിയർ അത്യാവശ്യം നല്ല വെയിറ്റുള്ള ഒരു ഐറ്റാണ്. അടുത്തായിട്ട് നമുക്ക് സീറ്റിൻ്റെ കമ്പി അങ്ങ് ഊരിയെടുത്തേക്കാം. പ്രിയയുടെ ഫ്രണ്ട് സീറ്റാണ് വരുന്നത്. ഇതിൻ്റെ അവസ്ഥ നല്ല ശോകമാണ്. ഇനി മിക്കവാറും ഇതിൻ്റെ സ്പ്രിങ്ങുകൾ മാറ്റേണ്ടി വരും. അതുപോലെ തന്നെ ഇതും മാറ്റേണ്ടി വരും. അതിനേക്കാൾ നല്ല എനിക്ക് തോന്നുന്നു സീറ്റ് മാറ്റുന്നതാവുന്ന. ഇപ്പോൾ ഞാൻ ഈ സൈഡ് കവർ രണ്ടാമത് എടുത്തിട്ടതാണ്. അപ്പോൾ ഈ ഒരു സൈഡ് കവർ ഊരാൻ നല്ല രസമാണ്. അതായത് ഇവിടെ ഒരു ക്ലിപ്പാണ് വരുന്നത്. ഇതിനെ ജസ്റ്റ് ഒന്ന് വലിച്ചതിന് ശേഷം ഈ ഒരു പോർഷനെ ഒന്ന് ബാക്കിലേക്ക് വലിക്കുക. എന്നിട്ട് മുകളിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ലോക്കുണ്ട്. ആ ഒരു ലോക്കിൽ നിന്ന് വിട്ടു പോന്നു കഴിഞ്ഞാൽ അത് കണ്ടോ, ഒരു ഡോറ് പോലെ തന്നെയാണ് അവിടെ ആക്ട് ചെയ്യുക. അതും ജസ്റ്റ് ഒരു ക്ലിപ്പുമ്മലാണ്. ഇതാണ് ഇവിടെ വന്നിട്ട് ലോക്കാവുന്നത്. അപ്പോൾ ഇത് പക്ക ഫിനിഷിങ്ങിലായിട്ട് ഇവിടെ നിൽക്കും. പിന്നെ ഈ ഒരു എൻജിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ എത്ര കിട്ടിയിട്ടുള്ളൂ. ഇതെനിക്ക് സ്ക്രാപ്പിൽ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിസ്റ്റൺ, സിലിണ്ടർ, ഗിയർ വീൽസ് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇതിൽ കാണാനില്ല. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല. ആൾറെഡി ഈ യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒഴിവാക്കാനുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ആകെയുള്ളത്. ബാക്കി ഇതിൻ്റെ കേബിളുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കേബിളൊന്നും നമുക്കുള്ള ആവശ്യമുള്ളതല്ല. നമുക്കിതെല്ലാം ഒഴിവാക്കാണ്ട് ഇനി ഇതിൻ്റെ ബാക്കി ക്ലീനാക്കാം. അതുപോലെ ഇതാണ് ഇതിൻ്റെ സൈഡ് ഭാഗത്ത് വരുന്നത്. വേറെ ഒന്നും തന്നെ വരുന്നില്ല. ഇവിടെ ലോക്കിൻ്റെ ക്ലിപ്പ് വരുന്നുണ്ട്. ഇവിടെ ബാക്കിലേക്ക് പോകുന്ന ഒരു ക്ലിപ്പ് വരുന്നുണ്ട്. ഇവിടെ ഫ്രണ്ട് ലോക്ക് ചെയ്യുന്ന ഒരു ക്ലിപ്പും വരുന്നുണ്ട്. ഇനിയുള്ളത് ഇതിൻ്റെ ഫ്യൂവൽ ടാങ്കാണ്. ഫ്യൂവൽ ടാങ്ക് ഞാൻ ആൾറെഡി ഊരിയിട്ടുണ്ട്. ഊരാനുള്ളത് കുറച്ച് കഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ ഇവിടെ ഒരു റിസർവിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഭാഗമുണ്ട്. അതായത് തിരിക്കുന്ന ഒരു ഭാഗം. ആ സംഭവം എങ്ങനെ ഊരിയെടുക്കണം എന്നുള്ളത് എനിക്ക് പ്രോപ്പറായിട്ട് അറിയില്ലായിരുന്നു.
ആ ഒരു ചെറിയൊരു പ്രശ്നം കൊണ്ട് ഇത് ഊരിയെടുക്കാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇന്ന് വീഡിയോ ഒന്ന് കട്ടായി പോയത്. അപ്പോൾ അത് ഊരിയെടുത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതൊന്ന് വലിച്ചാൽ തന്നെ പോയത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഫ്യൂവൽ ടാങ്ക് വരുന്നത്. കംപ്ലീറ്റ്ലി മെറ്റൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പോർഷനിലാണ് നമ്മളുടെ ബാറ്ററി കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതാ ഈ ഒരു വലുപ്പത്തിൽ തന്നെ നമുക്കൊരു ചെറിയൊരു ബാറ്ററിയാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ ഒരു സംഭവമായിരുന്നു ഊരി പോകാൻ നല്ല മെനക്കെട്ടുള്ളത്. ഇതാണ് നമ്മളുടെ റിസർവ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ ഒരു ലിവർ. ഇതാ ഈ ഒരു റബ്ബർ ബുഷുമ്മലായിരുന്നു ഈ സംഭവം കിടന്നതെന്നാണ്. അതെനിക്ക് പ്രോപ്പറായിട്ട് ഊരിയെടുക്കാൻ അറിയാത്തതുകൊണ്ടാണ് നല്ലൊരു വലിച്ചപ്പോൾ ഇത് അതിൻ്റെ ഉള്ളിൽ നിന്ന് പക്കയായിട്ടങ്ങ് ഊരിപ്പോയി. അപ്പോൾ ഈ ഒരു പോർഷനും നല്ലതാണ് തോന്നുന്നു. ഇതും ആവശ്യമുള്ളവർക്ക് എന്തായാലും ചോദിക്കാം. ടാങ്ക് ചോദിക്കരുത്, കാരണം ടാങ്ക് ഞാൻ എന്തായാലും ഈ ഒരു മുകളത്തെ പോർഷൻ എനിക്ക് ആവശ്യമുണ്ട്. ബാക്കി ഇതൊക്കെ നമുക്ക് കൊടുക്കാം. ഇനി എന്തായാലും ഇത് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ ഉൾഭാഗം നോക്കാം. ഉൾഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എലിക്കുട്ടിയൊക്കെ കൂട് കൂട്ടിയിട്ടുണ്ട് തോന്നുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഞാൻ ബാക്കിയുള്ളത് കാണിച്ചു തരാം. ഇതിൻ്റെ ഫ്യൂവൽ ടാങ്ക് ഊരി ആ ഒരു പോർഷൻ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു സ്പേസ് തന്നെ അങ്ങോട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉൾഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഒരു 60Ah ബാറ്ററി കൊള്ളാവുന്ന സ്പേസ് തന്നെ ഉണ്ട്. പക്ഷേ ഇതാ ഈ ഒരു പോർഷൻ മാത്രമാണ് ഒരു ചെറുതായിട്ടുള്ള ഒരു തടസ്സമുള്ളത്. അപ്പോൾ ഇതിന് നമുക്കൊന്ന് ഈ കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒന്ന് ഹീറ്റ് ചെയ്തിട്ടോ ഇതാ ഈ ഒരു പോർഷൻ പോലെ ഒന്ന് ഫ്ലാറ്റ് ആക്കി എടുക്കണം. അങ്ങനെ ഫ്ലാറ്റ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോർഷനിൽ ഈസി ആയിട്ട് ആ ബാറ്ററി വെക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ വണ്ടിയുടെ ബാലൻസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അത് ക്ലിയർ ആയിരിക്കും. കറക്റ്റ് സെൻറ്ററായിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ, അതായത് ബാറ്ററി കറക്റ്റ് സെൻറ്ററായിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടീൻ്റെ ബാലൻസിങ് പ്രോബ്ലം ഉണ്ടാവില്ല. കാരണം ബാറ്ററി അത്യാവശ്യം വെയിറ്റ് വരുന്ന റൈറ്റാണ്. എന്തായാലും അതെല്ലാം ക്ലിയർ ആക്കി. പിന്നെ പെട്രോൾ ഹോസ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഊരിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ 1-2 കേബിൾസ് കാര്യങ്ങൾ വരുന്നുണ്ട്, അതെല്ലാം ഒന്ന് ഊരിയെടുക്കണം. അതുപോലെ തന്നെ കുറച്ച് വയറിങ്ങിൻ്റെ ഇത് വരുന്നുണ്ട്, അതും കംപ്ലീറ്റ് ആയിട്ട് ഊരിയെടുക്കണം. അപ്പോൾ അടുത്തൊരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അതാണ്. ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ തുരുമ്പുണ്ട് തോന്നുന്നു. എന്തായാലും ആ കാര്യങ്ങളെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് ഇതിനെ ഒന്ന് തുരുമ്പിനടിക്കുന്ന പെയിൻറ്റൊക്കെ ഒന്ന് അടിച്ച് ക്ലിയർ ആക്കണം. എന്തായാലും ഇതിൻ്റെ ടബിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കേസാവും, എങ്കിലും നമുക്കതൊന്ന് ക്ലിയർ ആക്കാം. പിന്നീട് ഇതാ ഇവിടെ എവിടെയെങ്കിലും കറക്റ്റായിട്ട് ഒരു എയർ സർക്കുലേഷൻ ചെയ്യുന്ന രീതിക്കുള്ള ഒരു ഫാന് കാര്യങ്ങൾ സെറ്റ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ എയർ സർക്കുലേഷൻ കയറിയിട്ടില്ലെങ്കിൽ ആ ബാറ്ററി പെട്ടെന്ന് ഹീറ്റാവും. അപ്പോൾ അതിനുള്ളതൊന്നും ചെയ്യേണ്ടതുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഈ സൈഡ് കവിൾ അഴിച്ചെടുക്കാം.